Hello everyone. വെൽക്കം ടു ജാൻസീസ് ഹോം ടിപ്സ്. ജാൻസീസ് ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡിന്നറാണ് കേട്ടോ ഇവിടെ ഒരുക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ ഡിന്നർ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് തവ ചിക്കനാണ്. നമ്മൾ അൽഫഹം ചിക്കൻ ഇവിടെ നിന്ന് വാങ്ങുമല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ, അതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഈ തവ ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തവ ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് 3 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ തൊലി കളഞ്ഞ് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 ഫുൾ വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ 2 വലിയ പീസ് ഇഞ്ചി, 1 ലെമൺ, പിന്നെ ഉപ്പ്, പിന്നെ തൈര്. ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മസാലകളായിട്ട് മസാലപ്പൊടികൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 സ്പൂൺ പെപ്പർ. ഇത്രയും മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലെമൺ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒന്ന്, 2, 3, 4 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ തൈര്. സോൾട്ട് 1.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും. പിന്നെ ഇഞ്ചി, ഗാർലിക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായി തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ മസാലകൾ നന്നായിട്ട് പരത്തി കൊടുക്കണം നമ്മൾ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തവ ചിക്കൻ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പുരട്ടി നമ്മൾ അത് ഫ്രിഡ്ജിൽ വെക്കണം കുറേ നേരം. എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലതാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് അത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ഇപ്പം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറിന് വരുന്നവരിൽ വെജ് മാത്രം കഴിക്കുന്നവരുണ്ട്, നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ 2 വിഭവങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഡിന്നർ ഒരുക്കണമെന്ന്. പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. പിന്നെ എന്താണ് നമ്മൾ ഉണ്ടാക്കണേ, തവ ഫിഷും ഉണ്ടാക്കണുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിന് നോക്കേണ്ടതുള്ളൂ നമുക്ക്. നമ്മുടെ ഇന്നത്തെ അടുത്ത ഡിഷ് തവ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇത് ആവോലിയാണ് കേട്ടോ, മീൻ 1 കിലോ ആവോലി ഉണ്ട്. അപ്പോൾ അത് ഇന്നലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരുന്നതാണ്. അതാണ് ഈ കളറ്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളി, 1 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്,
കുറച്ച് ഇഞ്ചി വേണം നമുക്ക്, ഒരു ലെമൺ, പിന്നെ കുറച്ച് പെപ്പർ വേണം, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ, പിന്നെ സോൾട്ട്. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അതെല്ലാം കൂടെ ഒന്ന് ചെറിയ ഗ്രൈൻഡറിലിട്ട് നമുക്ക് അരച്ച മസാല ആക്കാം. അതിനുശേഷം ഈ ഫിഷിൽ പുരട്ടി നന്നായിട്ട് വെക്കണം. മസാല റെഡി ആയിട്ടുണ്ട്, നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മീനിൽ പുരട്ടി വെക്കാം. ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലകൾ പറ്റണം, നല്ല രസം ഉണ്ടാവുള്ളൂ. ഇത് തവ ഫിഷ് ഉണ്ടാക്കുന്നതും കൊണ്ട് നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ ഈ പാനിൽ. അത്രയും കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും, കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മളിപ്പോൾ ഇത് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വറുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഫ്രൈ ആയിട്ട് തന്നെ അത് പോവും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതാകുമ്പോൾ ഗുണം അധികം നഷ്ടപ്പെടുന്നില്ല, വറുത്തതുകൊണ്ടുള്ള ഗുണം നഷ്ടപ്പെടുന്നില്ല നമുക്ക്. ഇനി ഇതിങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഹുമ്മൂസാണ്. വെള്ളക്കടല കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഹുമ്മൂസും ചപ്പാത്തിയും പിന്നെ അൽഫഹും കൂടെ കഴിക്കാൻ നല്ല രസമാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഹുമ്മൂസും ഈ അൽഫഹം പിന്നെ ചപ്പാത്തി കൂട്ടി കഴിക്കാൻ. അല്ലെങ്കിൽ കുബൂസായാലും മതി, കുഴപ്പമില്ല. പക്ഷെ കുബൂസിനേലും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഈ ഹുമ്മൂസും ചപ്പാത്തിയൊക്കെ കുറച്ചുകൂടെ നല്ലത്. കുബൂസാകുമ്പോൾ അത് മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതാവും. അതിനായിട്ട് ഞാൻ 300 ഗ്രാം കടലയാണ് എടുത്തേക്കണേ. വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എന്നിട്ട് ഇന്ന് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. പിന്നെ അതിനായിട്ട് പിന്നെ വേറെ വേണ്ടത് എള്ള്, വെളുത്ത എള്ളാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു ലെമൺ വേണം, ഒലിവ് ഓയില്, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പെപ്പർ. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഹുമ്മൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കടല വെന്ത വെള്ളവും കടലയും കൂടെയാണ് കേട്ടോ ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഈ വെള്ളം ഊറ്റിയെടുക്കണം നന്നായിട്ട്. ഈ ഊറ്റിയെടുത്ത വെള്ളം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഈ വെള്ളം. എന്നിട്ട് ഈ കടല ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ നമ്മളൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഈ കടലയുടെ തൊണ്ട് ഇങ്ങോട്ട് മാറിക്കിട്ടും. തൊണ്ട് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരുമ്മി കഴിഞ്ഞാൽ നമുക്ക് തൊലി വേറെ ആയിട്ട് കിട്ടും. അടുത്തായിട്ട് നമ്മുടെ വെളുത്ത എള്ള് ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിക്കണം നമ്മൾ.
ഇടി വെട്ടുണ്ടല്ലേ, നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ടാണ്. അപ്പോൾ നമ്മുടെ എള്ള നന്നായിട്ട് വറുത്തിട്ട് വേണം. ഈ ഒരു ചെറുനാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചെറുനാരങ്ങ നീരും ഒഴിച്ച് പൊടിച്ചിട്ട് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു 5-6 എള്ളത്തിൽ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ചെറുനാരങ്ങ നീര്, എള്ള്, ഇത് മൂന്നും കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വെളുത്ത എള്ള് നമ്മൾ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെപ്പർ. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കണം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് കടല വെന്ത വെള്ളമാണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി കൂട്ടിയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. പിന്നെ ഒരു 2 സ്പൂൺ ഒലിവ് ഓയിൽ ഇതിൻ്റെ കൂടെ ഒഴിക്കണം കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ ഹുമ്മൂസ് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഡെക്കറേഷനും ടേസ്റ്റിനും ഒക്കെ ആയിട്ടാണ് ഇട്ടത് ഒഴിക്കണം. പിന്നെ വേണ്ടവർക്ക് ഇത്തിരി മല്ലിയിലൊക്കെ വേണമെങ്കിൽ അരിഞ്ഞിടാം. ഒരൽപ്പം ചുവന്ന മുളക് തൂവി കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹുമ്മൂസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ഹുമ്മൂസ് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിൽ പുരട്ടി കൊടുക്കാം. സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ നല്ലതാണ്. നല്ല ഹെൽത്തിയായ ഒരു ഇതാണല്ലോ. മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ എടുത്ത് വയ്ക്കാം. അതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിനും നീല ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ.
ഇനി നമ്മളത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തവ ചിക്കൻ അല്ലെങ്കിൽ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊരു സർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. രണ്ട് പാനിൽ നമ്മൾ കുക്ക് ചെയ്ത കാരണം വേഗം ഇത് കുക്കായി കിട്ടി. അപ്പോൾ അത്രയും സമയം ലാഭമായി. രണ്ട് പാൻ ഉണ്ടായ കാരണം ഉണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയ, നോൺ സ്റ്റിക്ക് പാൻ ആയ കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ അൽഫാം ചിക്കൻ. ഫ്രൈഡ് ചിക്കനേക്കാളൊക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഹെൽത്ത് വൈസായാലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിക്കണേ. അപ്പോൾ അടുത്ത ഡിഷ് നമ്മുടെ തവ ഫിഷാണ് കേട്ടോ. അതിനായിട്ട് ഇത് ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത്. ജസ്റ്റ് പുരട്ടി കൊടുക്കുന്നേ ഉള്ളൂ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിൽ നിന്ന് പിടിച്ചിട്ട് ഒരാൾ കൊണ്ട് തന്നതാണ്. അപ്പം നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. പിന്നെ നമ്മൾ മൂടി വെച്ച് തന്നെ വേവിക്കണം. ചെറിയ തീയിൽ വേണം ഇത് വേവിക്കാനായിട്ട്. ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ നമ്മൾ അടുപ്പിൽ വെക്കണം. ഇടയ്ക്കിട്ട് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തട്ടി കൊടുക്കുകയാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ തന്നെ പാനാണ് കേട്ടോ. മറിച്ചിട്ടിട്ടും നമ്മൾ ഇത് മൂടി വെക്കണം. കുറച്ച് സമയം കൊണ്ട് വളരെ തീ കുറച്ചാണ്ട് വയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ അടുപ്പിച്ച് പോവും. നമ്മുടെ തവ ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ടിട്ടും ഒരൽപ്പം വെളിച്ചെണ്ണ ഒന്ന് തട്ടി കൊടുക്കണം. ഇപ്പം ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇത്രയും വെളിച്ചെണ്ണ വരട്ടെ ഇങ്ങനെ ചുട്ടെടുത്താൽ ഈ ഫിഷ് വേവുമെന്നൊക്കെ. പക്ഷെ ശരിക്കും വെന്ത് കിട്ടും കേട്ടോ നന്നായിട്ടാണ്.
നമ്മൾ ഈ വേളാങ്കണ്ണി ഭാഗത്തൊക്കെ പോകുമ്പോൾ ആ പള്ളിയുടെ കടൽ തീരത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് ഫിഷ് ഇങ്ങനെ ഇത് ചെയ്തെടുക്കണതാണ്. ഇതുപോലത്തെ വലിയ പാനായിരിക്കും അവരുടെ. അതിൽ വെച്ചിട്ട് ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുത്ത് ഇങ്ങനെ മറിച്ചിട്ട് എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവരുടെ ഫിഷ് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഫ്രഷായിട്ടുള്ള ഫിഷ് ആയിരിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടിയിരിക്കട്ടെ കേട്ടോ. കുറച്ച് അല്പം കൂടെ വേവാനുണ്ട്. നമ്മുടെ ഫിഷ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ ഒരു പ്രാവശ്യം മറിച്ചിട്ട് പിന്നെ അങ്ങനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരു 3-4 പ്രാവശ്യം നമ്മൾ മറിച്ചിട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. കണ്ടോ, ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ വേവാനുണ്ട് കേട്ടോ. ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ഫിഷ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒട്ടും പൊടിഞ്ഞോ ഒന്നും പോകാണ്ട് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ലെമണും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ടിക്കുള്ള തവ ചിക്കൻ അല്ലെങ്കിൽ അൽഫാം ചിക്കൻ, അതും തവ ഫിഷ് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില ആൾക്കാർക്ക് നോൺ വെജ് വേണ്ട, അപ്പോൾ പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ട്. പിന്നെ ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം, കാരണം ഇത് ഒത്തിരി ലെങ്തിയായ ഒരു വീഡിയോ ആയി പോവും അല്ലെങ്കിൽ. പിന്നെ ചപ്പാത്തി, ഹുമ്മൂസ്, ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങൾ. ഹുമ്മൂസ് ഞാൻ കാണിച്ചല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് ഇന്നത്തെ ഡിന്നറിനായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.